വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ടു ബ്രദേഴ്സ് ഹോം. അപ്പം ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്താ പറയുന്നേ, ഞാൻ ഒരുപാട് ഹാപ്പിയാണ്, ഒരുപാട് സന്തോഷം. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ 800 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് ഗൈസ്. അടിപൊളി ആഘോഷ് പീൻ അർമാതി പീൻ കമണ്ട് പരിപാടി. അതുപോലെ തന്നെ ഇനി ഒരു 200 പേരോട് എത്തിയാൽ എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആവത്തുള്ളൂ. നിങ്ങളെ കനിഞ്ഞ് എന്നെ അനുഗ്രഹിക്കും. ഇന്നതുപോലെ വീഡിയോ ചെയ്താൽ നല്ലതായിരിക്കും എന്നുള്ള നിങ്ങളുടെ വലിയ കമൻസും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തേന്ന് പറഞ്ഞ് കുട്ടികൾ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടുള്ള വൈകുന്നേരം അവർ വരുന്നോടെ വരെയുള്ള എൻ്റെ ഒരു ഡേ ഒരു റൊട്ടീനാണ് കാണിക്കാൻ പോകുന്നത്. പിന്നെ എപ്പോഴും എന്നും ഇതുപോലൊന്നും ആയിരിക്കില്ല കേട്ടോ. മനുഷ്യജീവിതമാണ്, മനുഷ്യരാണ്, അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി വരും. പക്ഷേ ഇന്നത്തെ എൻ്റെ ഒരു എന്താ പറയുക, സ്കൂള് പോയി കഴിഞ്ഞിട്ട് അവന്മാർ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ആന കരിമ്പങ്കാട്ട് കയറിയ പോലെയാണ് വീട് കിടക്കുന്നത്. അപ്പോൾ നമ്മളതെല്ലാം അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ റൊട്ടീനെ കാണിക്കാൻ വേണ്ടി തിരിച്ച് ഇത് എത്ര കാണിച്ചു വെച്ചാലും തിരിച്ച് അവന്മാർ വന്നു കഴിയുമ്പോൾ തദൈവമാണ് കേട്ടോ. അപ്പം ആദ്യമായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ നമ്മളെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളിന്ന് പരിചയപ്പെടുത്തി പോകാനും നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് എനിക്ക് മുന്നോട്ട് ഇനിയും വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം ആവത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ രാവിലെ തന്നെ പല്ലുതേയും മുഖം കഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു മേക്കപ്പിലോട്ട് കിടന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്നും സ്ഥിരമായിട്ട് ചെയ്യുന്ന പരിപാടിയാണിത്, അല്ലാണ്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല. കാരണം രാവിലെ ഉറക്കം എഴുന്നേറ്റ് വെറുതെ വീട്ടിൽ ഇരിക്കുന്ന ചേട്ടാക്ക് ഇഷ്ടമല്ല. മുടിയൊക്കെ ചെയ്യുക അത്യാവശ്യം നല്ല രീതിയിൽ വൃത്തിയായിട്ടിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും മെനക്കെട്ടിരിക്കുന്ന ദിവസമായിരിക്കും നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റ് വരുന്നത്. അപ്പോൾ ആരെങ്കിലും വരുമ്പോൾ അന്നേരം മോന്ത കഴിയാനും മുടി ചെയ്യുവാനും ഓടരുതെന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ സ്ഥിരം ചെയ്യുന്നൊരു പരിപാടിയായിട്ടാണ്. കുറച്ച് അലവേര ജെല്ല് തൊട്ടു, ഇച്ചിരി പൗഡർ ഇട്ടു, പിരികെടുത്തു, മുടിയൊന്ന് ചീക്കിട്ടി, സിന്ദൂരം തൊട്ടു. ഇത് ഞാൻ ഡെയിലി ചെയ്യുന്നൊരു കാര്യമാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇടയ്ക്കെങ്ങാനും ചേട്ടായി ജോലി വിട്ട് നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ കണ്ടാൽ വഴക്ക് പറയും. പിന്നെ രാവിലെ ഞാൻ ഫുഡൊന്നും കഴിക്കുന്നില്ല. കാരണം രാവിലെ പിള്ളേർക്ക് ഫുഡ് കൊടുത്തപ്പോൾ ഞാൻ ആ കൂട്ടത്തിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് രാവിലത്തെ ഫുഡ് കഴിക്കുന്ന കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ എൻ്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ വീട് ക്ലീനാക്കലാണ്. കാരണം അവർ സ്കൂളിൽ പോകുമ്പോൾ മൊത്തം വലിച്ചു വാരി കുളമാക്കിയിട്ടിട്ടാണ് പോകുന്നത്. ഞാൻ തുടക്കം സ്റ്റാർട്ട് ചെയ്യുന്ന ഇവന്മാർ ബുക്കും പുസ്തകം വെക്കുന്ന മേശന്നാണ് കേട്ടോ. അപ്പോൾ 2 പേർക്ക് 2 കളറിലുള്ള പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ ബുക്ക് പൊതിഞ്ഞ് കൊടുത്തേക്കുന്നത്. 2 പേരുടെയും ബുക്കും പുസ്തകം അല്ലേ നമുക്ക് മാറിപ്പോകും. പിന്നെ ഞാൻ അതെല്ലാം 2 പേരുടെ ബുക്കും പുസ്തകമൊക്കെ ആയിട്ട് അടുക്കി പെറുക്കി എടുത്ത് വെച്ചു. രാവിലെ ടൈം ടേബിൾ അനുസരിച്ച് 2 പേരോടെ വന്ന് വലിച്ചു വാരി എടുത്തിട്ട് പോകുന്ന കേട്ടോ. പിന്നെ അതെല്ലാം അടുക്കി പെറുക്കി വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ പെരയെല്ലാം തൂത്ത് വാരിയിടും. രാവിലെ ഒന്ന് തൂത്തതാണെങ്കിൽ ഇവർ കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനുള്ള ഒരു അങ്കലാപ്പ് കാരണം അതെല്ലാം അങ്ങനെ മെസ്സായിട്ടാണ് കിടക്കുക. അപ്പോൾ രാവിലെ തന്നെ പെരയൊക്കെ അടിച്ച് വാരി ഞാൻ ടി വിയിൽ പാട്ട് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ അടുക്കളയിൽ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒറ്റയ്ക്കുള്ള. അപ്പോൾ എന്താ അറിയത്തില്ല, എനിക്ക് പാട്ട് കേട്ട് ജോലി ചെയ്യുന്നതിനോട് ഭയങ്കര ഒരു ഇഷ്ടമാണ് കേട്ടോ. അതെന്തോ ഒരു പോസിറ്റീവ് വൈബ് തരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ മുറി വന്നിട്ട് അവന്മാരുടെ കുറച്ച് ഡ്രസ്സുകളൊക്കെ മടക്കി വയ്ക്കാനുണ്ടായിരുന്നു, അതൊക്കെ മടക്കി വെച്ചു. പിന്നെ മേശപ്പുറത്താണെങ്കിൽ അവന്മാരുടെ പേന, പെൻസിൽ, പശ അങ്ങനെ എല്ലാം വലിച്ച് വാരിയിട്ടേക്കുമായിരുന്നു. രാവിലെ വന്ന ഒരു തപ്പാണ്. നമ്മൾ എത്ര അടുക്കി പെറുക്കി വെച്ചാലും നമ്മൾ അടുക്കി വയ്ക്കുന്ന സാധനത്തിൽ വന്നായിരിക്കും അവന്മാരുടെ പെൻസിൽ കട്ടറൊക്കെ തപ്പുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെച്ചു. അത് കഴിഞ്ഞ് അടിച്ചു വാരി കഴിഞ്ഞിട്ട് ഞാൻ വെള്ളം ഒഴിച്ച് ഹാള് നന്നായിട്ട് തുടച്ച് ഫാനും ഇട്ടിട്ട് ഞാൻ നേരെ കിച്ചണിലേക്ക് പോകും. എന്നിട്ടാണ് കേട്ടോ കിച്ചണിലെ ജോലികളൊക്കെ ചെയ്യുന്നത്. അന്നേരത്തിനും നമ്മുടെ ഹാളൊക്കെ ഉണങ്ങിയിട്ടുണ്ടാവും. പിന്നെ അടുക്കളയിൽ വന്നിട്ട് പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകാനുള്ള കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് പുറത്ത് വെച്ചു. പിന്നെ അവിടെ എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കഞ്ഞിയും കറിയൊക്കെ രാവിലെ വെച്ചതുകൊണ്ട് അത് വെക്കണ്ട കേട്ടോ. കാരണം നാത്തൂൻ്റെ പിള്ളേരിപ്പോൾ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് രാവിലെ ചോറ് കൊണ്ടുപോകണം. അതുകൊണ്ട് ഞാൻ രാവിലെ 4 മണിയാകുമ്പോൾ എഴുന്നേറ്റ് വീട്ടിൽ അടുക്കളപ്പണിയെല്ലാം തീർത്ത് വയ്ക്കുന്നതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് കാപ്പി ഉണ്ടാക്കാനോ കഞ്ഞി ഉണ്ടാക്കാനോ ഒന്നും നിൽക്കണ്ട. പിന്നെ നമ്മൾ വൈകുന്നേരത്തെ കാര്യങ്ങൾ നോക്കിയാൽ മതി. പിന്നെ ഇതെല്ലാം അടിച്ച് വാരി തുടച്ചിട്ടു. അതിനിടയ്ക്ക് എൻ്റെ പൊന്നു ഗ്യാസ് വീട്ടിലൊരു തേങ്ങ എലി കടിച്ചതാണ് കാണിച്ചു തന്നത്. പിന്നെ ഈ കറുത്തൂർമ്മിൻ്റെ ശല്യം ഭയങ്കരമാണ് കേട്ടോ. എന്താണെന്നറിയത്തില്ല, നമ്മൾ ഒരു എണ്ണ ഒഴിച്ചിട്ടാണെങ്കിൽ ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റില്ല. ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് മാറി തിരിച്ച് വരുമ്പോഴത്തേനും മൊത്തം ഉറുമ്പ് കയറിയിട്ടുണ്ടാവും. ഭയങ്കര ശല്യമാണ്. എത്ര നമ്മൾ മാറ്റിക്കളഞ്ഞാലും അത് പോകുന്നില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല.
പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി വെച്ചു. പിന്നെ കുറച്ച് ബാക്കിലിരിക്കുന്ന കുറച്ച് തുണിയും കൂടി അലക്കാനുണ്ട്. വേറെ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ല കേട്ടോ. പിന്നെ പറമ്പും വലിയ കാര്യമായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കങ്ങനെ പറമ്പിൽ പണിയൊന്നുമില്ല. ഈ അടുക്കളയിലും നമ്മുടെ വീടിനകത്ത് ചുറ്റുവട്ടത്തുള്ള പണികൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇനി അവന്മാർ വരുമ്പോഴാണ് ബാക്കി പണികളൊക്കെ ഇരിക്കുന്നത് കേട്ടോ. അല്ലാതെ പ്രത്യേകിച്ച് എന്തിനാണ് ഞാനത് ചെയ്തു ഇത് ചെയ്തു ഒന്നും കള്ളം പറയേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് ഈ അടുക്കളയിലും പെരയ്ക്കകത്ത് ഈ ചുറ്റുവട്ടത്തുള്ള ജോലികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ രാവിലത്തെ കുറേ പാത്രങ്ങളുണ്ടായിരുന്നു, അതെല്ലാം കഴുകി വെച്ചു. പിന്നെ ഫ്രിഡ്ജിൻ്റെ അകത്ത് ചേട്ടായി രാവിലെ കുറച്ച് മീൻ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെടുത്തൊന്ന് വൃത്തിയാക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അയല ആട്ടോ മേടിച്ചത്. ഇവിടുത്തെ ഫ്രഷ് അയലൊന്നും കിട്ടത്തില്ല, ഇതെല്ലാം വയറും പൊട്ടിയൊക്കെ ഇതാണ്. ഫ്രഷ് അയലയൊക്കെ നമുക്ക് സ്വപ്നങ്ങളിൽ മാത്രം, അല്ലെങ്കിൽ നമ്മൾ വല്ല ഡാമിൽ നിന്ന് മീൻ പിടിക്കണം. അല്ലാതെ നമുക്ക് എത്ര ദിവസം വെച്ചിരുന്ന അയലയാണ് കൊണ്ടുവന്നതെന്നൊന്നും അറിയത്തില്ല. പിന്നെ ഇന്ന് ഞാനിത് കറി വെക്കുന്നില്ല കേട്ടോ. ഞാനത് വൃത്തിയാക്കി എടുത്ത് ഫ്രിഡ്ജിനകത്ത് വെക്കുന്നുള്ളൂ. കാരണം അവന്മാർക്ക് ചോറ് കൊണ്ടുപോകാനുള്ളത് കൊണ്ട് അതെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസം ഓരോ കഷ്ണമൊക്കെ വറുത്ത് കൊടുക്കാമല്ലോ. പിന്നെ കുറച്ചെടുത്ത് വൈകുന്നേരത്തിന് മാത്രമുള്ള കറി വെക്കുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം അമ്മ പിടി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അരി വെള്ളത്തിലിടാൻ മറന്നു. അതിൻ്റെ ഇടയ്ക്ക് ഓടിപ്പോയി അരി എടുത്ത് വെള്ളത്തിലിട്ടു. അത് കുറച്ച് കഴിയുമ്പോൾ പൊടിച്ചിട്ട് വേണം നമുക്ക് പിടി ഉണ്ടാക്കാനായിട്ട്. പിന്നെ ഞാൻ നല്ല ഉപ്പൊക്കെ ഇട്ട്, ഉപ്പും കല്ലില്ല കേട്ടോ, പൊടിയാണ് എടുത്തത്. അപ്പോൾ പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഞാനതൊരു പാത്രത്തിലിട്ട് അടച്ച് ഫ്രിഡ്ജിനകത്തേക്ക് എടുത്ത് വെച്ചു. പിന്നെ വൈകുന്നേരം ഒന്ന് പിടിയുടെ കൂടെ ഞങ്ങൾക്ക് ബീഫ് വെക്കാമെന്നാട്ടോ വിചാരിച്ചേക്കണേ. രാവിലെ മീൻ മേടിക്കുന്നതിന് മുമ്പ് ഫ്രിഡ്ജിൽ ബീഫ് ഇരുന്ന കാര്യം ഞാൻ മറന്നുപോയി ചേട്ടയോട് പറയാൻ, അല്ലെങ്കിൽ നമ്മൾ നാളെ മേടിക്കത്തുള്ളായിരുന്നു. പിന്നെ ഇറച്ചി ഒന്ന് അലക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ടു. അത് കഴിഞ്ഞ് ചെറിയൊരു മഴക്കോള് പോലെ തോന്നിയോണ്ട് ഇന്നലെ തലേദിവസം അലക്കിയ കുറേ തുണിയുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസം എൻ്റെ കൈയൊന്ന് മുറിഞ്ഞതുകൊണ്ട് 2 ദിവസം അങ്ങനെ അലക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് കുറേ തുണി അലക്കി ഇന്നലെ ഇട്ടതാണ്, അത് പോയി എടുത്തുകൊണ്ട് വന്നു. പിന്നെ അവന്മാരുടെ യൂണിഫോമും കുറച്ച് തുണികളും ഇന്ന് കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിട്ട് വന്ന് വാർക്കയിൽ വിരിച്ചിട്ടു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മഴക്കാറ് വന്നിട്ടോ എന്ന്. മഴക്കാറ് വന്നാലും ഉണങ്ങിയ തുണി നനഞ്ഞ് പോകണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് കേട്ടോ ഓടി പോയി എടുത്തത്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ വൈകുന്നേരം അവന്മാർ വന്നു കഴിഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയാണ് കേട്ടോ. ഇങ്ങനെ മൊത്തം വലിച്ചു വാരിയിടും. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേന് ഞങ്ങളുടെ പിടിയൊക്കെ റെഡിയായി. കഞ്ഞി അടുപ്പത്തുണ്ട്. ഞാൻ ബീഫ് നമ്മുടെ മസാലയും ഇഞ്ചി വെളുത്തുള്ളി സവോള എല്ലാം ഇട്ട് വേവിച്ച് വെച്ചതാണ്. ഇനിയിപ്പോൾ കടുക് പൊട്ടിച്ചാൽ മതി. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു, പെരുംജീരകം ഇട്ടു. അത് കഴിഞ്ഞ് വെളുത്തുള്ളി ഉള്ളി മാത്രം കേട്ടോ ഞാൻ വാർത്തിടുന്നത്. അതിനകത്തോട്ട് വെളുത്തുള്ളി ഉള്ളി നന്നായിട്ട് മൂത്ത് കഴിഞ്ഞപ്പോഴത്തേനും അതിനകത്തോട്ട് കറിയിലിട്ട് വേവിക്കാൻ വേണ്ടി വറുത്ത് വെച്ചിരുന്ന മസാലകൾ ബാലൻസ് ഉണ്ടായിരുന്നു, അതും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ച് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് അതൊന്ന് ഗ്രേവി പോലെ ആക്കി എടുത്തിട്ട് ബീഫ് അതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത്. ഇത്ര ഉള്ളൂ കേട്ടോ എൻ്റെ ബീഫ് കറി. പ്രത്യേകിച്ച് വഴറ്റാനും പെറുക്കാനൊന്നും അങ്ങനെ നിൽക്കാറില്ല. വളരെ എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. ഞാനിതിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ കാണാം. അപ്പോൾ ഓൾറെഡി സവോളയും ഇഞ്ചിയൊക്കെ ഇട്ട് വേവിച്ചതായതുകൊണ്ട് വഴറ്റിയല്ല കേട്ടോ, പച്ചക്ക് ഇട്ട് തന്നെയാണ് ഞാൻ വേവിച്ചത്. ഇനി അത് വെന്ത് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് അതിൻ്റെ അകത്തോട്ട് കുറച്ച് ഗരം മസാല, നമ്മുടെ കടയിൽ നിന്ന് ഞാൻ ഗരം മസാല മേടിക്കാറില്ല, മസാലക്കൂട്ട് മേടിച്ചിട്ട് ഞാൻ വറുത്ത് പൊടിക്കാറാണ് ചെയ്യാറ്. അപ്പോൾ അതും കൂടെ കൂട്ടി കറി റെഡിയാക്കി വെച്ചു. പിന്നെ വൈകുന്നേരം കുളിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ തുണിയൊക്കെ ഒന്ന് മടക്കി വെക്കണം. അത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. വൈകുന്നേരം നൈറ്റ് കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല കേട്ടോ, കാരണം അന്നേരം ചേട്ടായി ഫോൺ കാണാൻ പോവും. അപ്പോൾ അപ്പോഴല്ലേ ഫോൺ കാണുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.